എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പം നമുക്ക് കുറച്ച് കോപ്പപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടാ. പക്ഷെ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ആയ കാരണം നമ്മളിന്ന് അമ്മയ്ക്ക് 22 വർഷമായിട്ട് അറിയാവുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഐസ്ക്രീം റെസിപ്പിന് അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. യൂട്യൂബിൽ അത്രയും കണ്ടിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത്. അത് കാരണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള മിൽക്കാണ് നമുക്ക് ആവശ്യമായത്. 1/2 ലിറ്റർ മിൽക്ക്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അമൂൽ ഗോൾഡിൻ്റെ 6% ഫാറ്റ് ഉണ്ട്. ഫുൾ ക്രീം മിൽക്കാണ്. ഏത് മിൽക്കാണെങ്കിലും അത് ഫുൾ ക്രീം മിൽക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം GMS പൗഡറാണ്. GMS പൗഡർ നമുക്ക് ആമസോണിലും സൂപ്പർ മാർക്കറ്റുകളിലും ആമസോണിൽ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സ്ഥലത്തും കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന എല്ലാ കടകളിലും GMS ലഭ്യമാണ്. GMS അതുപോലെ നമുക്ക് വേണ്ടത് സോഡിയം അൾജിനേറ്റ് പൗഡർ. അതും ഇതുപോലെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കിട്ടുന്ന കടകളിൽ ഇത് ലഭ്യമാണ്. അതുപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണ്. ഇത് രണ്ടാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് ഷുഗർ, പിന്നെ കോൺഫ്ലവർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഐസ്ക്രീമിന്റെ ബേസ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഫസ്റ്റ് 8 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. 8 ടേബിൾ സ്പൂൺ ഷുഗർ. 1 2 3 4 5 6 7 8 ടേബിൾ സ്പൂൺ ഷുഗർ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തു. ഇനിയും ഇതിനകത്ത് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ GMS പൗഡർ. ഇത് 1/2 ടേബിൾ സ്പൂൺ ആണ്. 1.5 ടേബിൾ സ്പൂൺ GMS പൗഡർ. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ. അതും സെയിം. ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് അൾജിനേറ്റ് പൗഡർ ആണ്. ഇത് നമ്മൾ 1/8 സ്പൂൺ അൾജിനേറ്റ് പൗഡർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ബേസിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളൊരു 1/2 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇതിനകത്ത് കട്ടകളെല്ലാം നന്നായിട്ട് മിക്സായി, പാലിൽ മിക്സായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗവ് വെച്ച് ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ബബിൾസ് വരുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും. ഇത് കോൺഫ്ലവർ ഇട്ട് കാരണം ഇത് തിക്കായിട്ട് വരും. അപ്പം നമ്മൾ ഇതിനെ കുറച്ചുകൂടി സിമ്മിലിടണം. ഹൈയിൽ നിന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യമേ നല്ല ഫ്ലെയിം നല്ല ഹൈയിൽ ഇട്ടിട്ട് ഒന്ന് കുറുകാൻ തുടങ്ങുമ്പം, ഒന്ന് തിക്കാകാൻ തുടങ്ങുമ്പം സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നോക്കി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിക്കാവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിൽ വെക്കും. മിനിമം ഹൈ ടെമ്പറേച്ചറിൽ ഫ്രീസർ കൊണ്ടുവന്നിട്ട് മിനിമം 8 hours ഇതിനെ നമുക്ക് ഫ്രീസ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബേസ് നമ്മൾ ഉണ്ടാക്കി വെച്ച് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് നമുക്ക് മാറ്റിയിട്ട് പിന്നെ ഫ്രീസ് ചെയ്യാൻ വെക്കാം.
ഇതിൻ്റെ ലിഡ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് ക്രിസ്റ്റൽ ഫോം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ക്ലീൻ റാപ്പ് വെച്ച് ഇതിനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം. ക്ലീൻ റാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമുക്കിതിനെ ഫ്രീസറിലോട്ട് മാറ്റാം. ഇവിടെ ഫ്രീസർ നമ്മൾ മാക്സിമത്തിൽ ഇടണം. മാക്സിമത്തിലാണ് ഇത് ഫ്രീസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചറിൽ എനിക്ക് 20 ഇട്ടാൽ, ഇപ്പം 19 കിടക്കുന്നത്, ഞാൻ 20 കൊണ്ടുവന്നാൽ ഇത് നന്നായിട്ട് എനിക്ക് ഫ്രീസായി കിട്ടും. ഇതിപ്പോൾ ഞാനിതിനെ ഫ്രീസ് ചെയ്യാൻ വെച്ചു. 8 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ 2 ദിവസം വരെ നമുക്ക് അതിനകത്ത് തന്നെ ബേസ് ഇരിക്കുന്നതിന് കുഴപ്പമില്ല. ഒത്തിരി ദിവസം വയ്ക്കാതിരിക്കുക. 2 ദിവസത്തിനുള്ളിൽ വന്നുകൊണ്ട് അത് ബേസ് എടുത്ത് അടിച്ചെങ്കിൽ നമുക്ക് ഐസ്ക്രീമായിട്ട് എടുക്കാം. അപ്പൊ ഇന്നലെ വെച്ച ഫ്രീസറിനകത്ത് വെച്ച നമ്മുടെ ബേസ് എടുത്ത് നമ്മളിപ്പം അടിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ 2 തരം ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് വാനില, പിന്നെ ഒരു ടെൻഡർ കോക്കനട്ടും ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോ നോക്കാം. ഇന്നലെ നമ്മൾ വെച്ച ബേസാണിത്. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് ഹാഫ് പോർഷൻ നമുക്കിപ്പോൾ എടുക്കണം. ഈ ഹാഫ് പോർഷൻ കൊണ്ട് നമ്മളൊരു വാനില ഐസ്ക്രീമും ഒരു ഹാഫ് പോർഷൻ കൊണ്ട് നമ്മൾ ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇത് വളരെ ഈസിയാണ്. നമുക്ക് ഇതിനെ സ്മോൾ ആയിട്ട് കട്ട് ചെയ്യണം. ഈ ബൗളിനകത്ത് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട്, അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ ബേസ് ഇടുക. ഇത് കറക്റ്റ് ഹാഫ് ബേസ് നമ്മൾ എടുത്തു. ഹാഫ് ലിറ്റർ മിൽക്കിൽ നിന്ന് ഇപ്പം നമുക്ക് എങ്ങനെ 2 ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇതൊരു ഹാഫ് പോർഷനാണ്. ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസിൽ തന്നെ വെക്കാം. ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഹാൻഡ് മിക്സർ 1-ലിട്ട് അത് ഉടച്ചെടുത്തിട്ട് പിന്നെ നമ്മൾക്ക് 1-ൽ കൊണ്ടുവന്നിട്ട് ടർബോയിൽ പ്രസ് ചെയ്താൽ നല്ല സ്പീഡ് കിട്ടും. നന്നായിട്ട് ഇതുപോലെ ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലൊരു 1/4 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാൻ പോകും. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എവരിഡേ മിൽക്ക് പൗഡറാണ്. 1/4 കപ്പ്. അപ്പം നമുക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് 1/4 കപ്പ് അളവാണ്. നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ വാനില എസൻസ്, അതും ഒരു 1/8 സ്പൂൺ, സ്മോൾ സ്പൂണ്. ഇത്ര നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. 1-ലിട്ടിട്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഹാഫ് ബേസ് കൊണ്ട് ഇപ്പം നമ്മൾ ഏകദേശം 1 ലിറ്റർ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിനെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇപ്പം നമ്മുടെ ബേസ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് പൗഡർ ചേർത്തതിന് ശേഷം നമുക്കൊരു 1 മിനിറ്റ് ഒക്കെ അടിച്ചാൽ മതിയായിരിക്കും. അതിന് മുമ്പ് നമ്മൾ ഒരു 3 മിനിറ്റ്, ഒരു 3 മിനിറ്റ്സ് നല്ലോണക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു 3 to 4 മിനിറ്റ് ഒക്കെ എടുക്കും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ അപ്പോൾ ഇങ്ങനെ നല്ല ഹാർഡായിട്ട് ഐസ്ക്രീം നന്നായിട്ട് നമുക്കിതിനെ ഒരു കണ്ടെയ്നറിനകത്ത് മാറ്റാം. ഇനി നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഒരു 2 to 3 hours 4 hours ആകുമ്പോൾ ഇത് നന്നായിട്ട് ഫ്രീസായി കിട്ടും.
ഇതാണ് നമ്മുടെ ഐസ്ക്രീം റെഡിയായി. ഇതിനെ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കുവാണ്. ഇപ്പം ഈ ഐസ്ക്രീം റെഡിയാണ്, ഫ്രീസ് ചെയ്യാൻ വെക്കുക. അപ്പൊ നമ്മള് വാനില ഐസ്ക്രീം ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇനിയും ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതും അതുമായിട്ട് വലിയ വ്യത്യാസമില്ല ഉണ്ടാക്കുന്നതിന്. പക്ഷെ ആദ്യം ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിന് നമ്മൾ ടെൻഡർ കോക്കനട്ട് എടുത്ത് നമ്മൾ മിക്സറിനകത്ത് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ പ്രോസസ്സും നമുക്ക് ഒന്ന് നോക്കിയേക്കാം. ഞാനിപ്പോ ഇവിടെ എടുത്തേക്കുന്ന 1/3 കപ്പ് ടെൻഡർ കോക്കനട്ട് ഫ്ലഷ് ആണ്. ഇതിനെ ഞാൻ ഈ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ നമ്മൾ വെച്ച ഹാഫ് ബേസിന്റെ ബാക്കി ഇരിക്കുന്ന ബേസാണ് ഇപ്പൊ എടുത്തിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടിച്ചിട്ട് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം. ഇത് നമ്മൾ ഒന്നേലിട്ടിട്ട് ഈ ഹാൻഡ് മിക്സറിൽ ഒന്നേലിട്ടിട്ട് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്പീഡ് കൂട്ടുകയാണ്. ഒന്നേൽ തന്നെ ഇട്ടിട്ട് ഈ കർബോൺ പ്രസ് ചെയ്താൽ നല്ല സ്പീഡ് കിട്ടും. നമ്മൾ ഒരു 1 to 3 മിനിറ്റ് വരെ നമുക്കിത് അടിക്കാം. പക്ഷെ ഒത്തിരി നേരം അടിക്കരുത്. ഈ ഒരു പരുവാകുമ്പോൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് ഇതിനകത്ത് 1/4 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. പെട്ടെന്ന് എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ബേസ് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും. ഇത് നമ്മൾ 1/4 കപ്പ് മിൽക്ക് പൗഡറാണ്, 1/4 കപ്പ്. പിന്നെ നമ്മൾ ടെൻഡർ കോക്കനട്ട് എസൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. ഇതൊരു 4 to 5 ഡ്രോപ്സ് ചേർക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം സ്പീഡ് കൂട്ടുക. ഇപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് ഇതിലോട്ട് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നമ്മൾ കഴിച്ചു. ഇതുപോലെ ഇത് പൊങ്ങി വന്നു. ഇതുപോലെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നു. അപ്പം നമുക്ക് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ക്രഷ് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇതിൽ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഐസ്ക്രീം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇത് വാനിലയും ഇത് ടെൻഡർ കോക്കനട്ടും ഇത് വാനിലയും ആണ്. അപ്പം ഇത് നോക്കി ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ട്. വേണോ? നമ്മൾ അവന് കൊടുക്കാൻ പോകുന്നില്ല, അവൻ കൊതി വിടുന്നുണ്ട്. അപ്പം അവനവിടെ കൊതിയിട്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇത് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ കഴിക്കാം. അപ്പം ഇത് ടെൻഡർ കോക്കനട്ടാ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ടെൻഡർ കോക്കനട്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കുറച്ച് ആ ടെൻഡർ കോക്കനട്ടിന്റെ ഫ്ലേവർ ലാസ്റ്റിൽ ഒരു കിക്കുന്നുണ്ട്. അത് അടിപൊളിയാ. എനിക്ക് ആ ടെൻഡർ കോക്കനട്ടിന്റെ മറ്റേ ആ ബിറ്റ്സും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഇത് വാനില ആണ്. എന്റെ വണ്ടിയിൽ ചോക്ലേറ്റ് സിറപ്പ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല
അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല അടിപൊളി ഐസ്ക്രീമാണ്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ടെൻഡർ കോക്കനട്ട് ആണ്, കാരണം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വൈബാണ്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മളവന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരുത്തനോടെ ഭയങ്കര സങ്കടപ്പെട്ടിരിപ്പുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോയ്ക്ക് അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയും കുറെ ഐസ്ക്രീം റെസിപ്പീസ് കൊണ്ടുവരുന്നുണ്ട്. അതിന് നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. 2 ദിവസത്തിനകത്ത് ആ വീഡിയോയും ഇട്ടേക്കാം. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.